പക്ഷെ നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ചെമ്പട വട്ടം എന്നാണ് പറയുക. അതാണ് 8 അക്ഷരം. ചെമ്പട വട്ടം 8 അക്ഷരം. ഇപ്പോൾ ചിലരുടെ സംശയങ്ങളുണ്ട്. ആദ്യ താളം പിടിക്കുക ഗണപതി കൈ പറയുമ്പോൾ 9 അക്ഷരം വരണില്ല. 9 അക്ഷരം വരണില്ല. എൻ്റെ അഭിപ്രായം അത് ശരിയായിട്ടുള്ള അഭിപ്രായമാണത്. നമ്മൾ പൂജത്തു നിന്നാണ് തുടങ്ങുന്നത്, ഒന്നൊന്നല്ല. അപ്പോൾ പൂജം 1 ചെറുവിരലെണ്ണുക, 2 മോതിരവിരലെണ്ണുക, 3 നടുവിരലെണ്ണുക, 4 കമത്തി അടിക്കുക, 5 മലർത്തി അടിക്കുക, 6 കമത്തി അടിക്കുക, 7 മലർത്തി അടിക്കുക, 8. ഈ 8 എന്ന് പറയുന്നത് സ്വതവേ കർണാടക പാഠപദ്ധതി ഒരു ചെറിയ പുസ്തകമുണ്ട്. അതിലെഴുതിയിട്ടുണ്ട് താളത്തിൻ്റെ ആദ്യം അന്തവുമാണ്. അപ്പൊ താളത്തിന്റെ ആദ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പൂജ കണക്കാക്കാൻ പറ്റും, ഒന്നൊന്ന് കണക്കാക്കും. അല്ലെങ്കിൽ പിന്നെ 8, 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ ആദ്യം അവസാനം 1. പക്ഷെ പറയുമ്പോൾ നമുക്ക് ആദ്യം 8 എന്ന് പറയുമ്പോൾ 1, 2, 7 വരെ കഴിഞ്ഞിട്ട് വേണ്ടേ. അപ്പൊ നമ്മൾ അതിന് ശ്രദ്ധിക്കുക. പൂജം 1, 2, 3, 4, 5, 6, 7, 8. പിന്നെ അത് ശരിയായിട്ട് വന്നു, ക്രമത്തിലാവും. മനസ്സിലായോ? ഇതാണ് താളത്തിന്റെ ക്രമം. അത് ഓരോ പിന്നെ ഗണ്ട നടയായാലും തിശ്ര നട പറയണ തക്കിട്ടേന്, ചതുരശ്രം എന്ന് പറയണ പിന്നെ തരികട, നമ്മുടെ തരികട, അത് തകതമീന്ന് പറയും. ഗണ്ട നട പറയണത് തക്കേട്ട. പിന്നെ മിശ്ര നട തക്കേട്ട തക്കത്തേന്. അപ്പൊ ആദ്യം എല്ലാം ഈ ചെറിയതിൽ നിന്നാണ് മുകളിലേക്ക് തുടങ്ങുന്നത്. അപ്പൊ പിന്നെ മിശ്ര നട പറയുമ്പോൾ തക്കേട്ട തക്കത്തേന്. ഇനി സങ്കീർണ നട ഇപ്പൊ ആരും ഉപയോഗിക്കില്ല, സംഗീതക്കാരും ഉപയോഗിക്കില്ല. എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവരുടെ പക്ഷം പറയുന്നത് എന്താന്ന് വെച്ചാൽ സംഗീത നട എന്ന് പറയുന്ന സാധനം പിന്നെ തക്കിട്ട തിശ്ര ജാതി 3 എണ്ണം കൂട്ടിയ സംഗീതമായില്ലേ, സംഗീത നടയായില്ലേ എന്നാണ് ചോദ്യം. ഒരു പക്ഷം. പക്ഷെ അത് ശരിയല്ല. സങ്കീർണ നട എന്ന് പറഞ്ഞാൽ തക്കിട്ട തക്കത്തിൻ്റെ 9 അക്ഷരം. അതാണ്. ഇപ്പം അത് ആരും ഉപയോഗിക്കാറില്ല. അതെ, നമ്മുടെ ഇല്ല. സ്വതവേ 9 അക്ഷരം ചെണ്ടകൊണ്ടിലില്ല. പിന്നെ കൊട്ടുകയാണ് അത്രയേ ഉള്ളൂ. അത് 9 അക്ഷരത്തിൽ നമ്മുടെ ഒരു കാര്യമില്ല. എല്ലാം ഇങ്ങനെയാണ്. അപ്പൊ ഇതാണ് ആദ്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഗണപതി നമ്മുടെ കൊട്ട് മുഴുക്ക പൂജത്തിൽ നിന്നാണോ തുടങ്ങല്? മനസ്സിലായോ? അപ്പൊ അതിന്റെ ഉദാഹരണം ഇപ്പൊ മാളം 1 അടി അടിച്ചിട്ടാണ് 7 അടി പക്കത്ത്. തായമ്പക്കാർ ചിലവർ പഠിപ്പിക്കുന്നുണ്ട് 2 അടി അടിച്ച 2 ആയില്ലേ എന്ന്. ആവില്ല. ഇനി അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ശാസ്ത്രം പറഞ്ഞു തരാം. മാളത്തിന് തക്കിട്ടല്ലാണ്ട് വേറൊന്നില്ല. നിങ്ങളൊക്കെ മാളം പഠിച്ചു കൂട്ടരല്ലേ? മാളത്തിന് തക്കിട്ടല്ലാണ്ട് പിന്നെ എന്നുള്ള അവസാനം മാത്രമേ ഉള്ളൂ ശ്രീകലാശത്തിന്, അല്ലാണ്ട് ഇല്ല. നേരെ മറിച്ച് തായമ്പക തക്കിട്ടി തരികടിയും കൊള്ളാണ്ട് തായമ്പകയില്ല. നമ്മുടെ ചെണ്ടക്കാരന് പിന്നെ ഇത് എന്താന്ന് വെച്ചാൽ 4 ഇരട്ടി. തായമ്പകയിൽ 4 ഇരട്ടി കൂടാണ്ടില്ല. തായമ്പക പറഞ്ഞാൽ നില 4 ഇരട്ടി എന്നാണ് പറയുക. മുഖം പ്രതികാരത്തിൽ മാത്രം മുഖം 1 ഇരട്ടി, മുഖം നില 4 ഇരട്ടി, ഇങ്ങനെ 3 ഖണ്ഡവും. മനസ്സിലായോ? അപ്പോൾ മുഖം എന്ന് പറയുന്ന താളം 8 അക്ഷരം പിടിക്കുക. മുഖം എന്ന് പറയുന്ന 16 അക്ഷരം. പിന്നെ നില എന്ന് പറയുന്ന 32 അക്ഷരം. എങ്ങനെ? നഗ്യം നക്ക നണ്ണ കണ്ണ 4 8 32. അവര് 4 ഇരട്ടി 64 അക്ഷരം. അതെങ്ങനെ വരുന്ന വെച്ചാൽ 4 തക്കിട്ടും 1 തരികിടിയും കൂട്ടി 64 അക്ഷരം. അതെങ്ങനെ? തക്കിട്ട 4 3 12, 1 തരികിട 16, 4 16 64. അതാണ് 8 16 32 64 എന്ന് പറയുന്നത്. ഇതാണ് തായമ്പുകളുടെ ഘടന. മനസ്സിലായോ? പക്ഷെ അതിന് ഖണ്ഡം പറയുകയാണെങ്കിൽ 3 പറയും. മുഖം നില 4 ഇരട്ടി. പിന്നെ തായമ്പയ്ക്ക് കൂറിൽ ഉണ്ടോ വെച്ചാൽ കൂറിൽ മുഖം വെച്ചാൽ ഒരാൾക്കൊരു മുഖമല്ലേ ഉണ്ടാവും, 2 മുഖം ഉണ്ടാവില്ലല്ലോ. അപ്പൊ കൂറില് നിലയും 4 ഇരട്ടി ഉള്ളൂ.
ഇനി ഇടകാലത്തിൽ ഈ പിന്നെ നരി 4 ഇരട്ടിയുണ്ട്. അത് ഞാൻ പറഞ്ഞ ഞാൻ ഭ്രാന്തരാണ് പറയുമ്പോൾ ഇരുകടയിലും ഉണ്ട്. മനസ്സിലായോ? പക്ഷെ ഇതാരും നമ്മുടെ കാരണവന്മാർ ചെയ്തു തന്നത് ശരിയാണെന്നുള്ള ഇപ്പോഴത്തെ തലമുറ ആർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരാരും ചെയ്യുന്നുണ്ട്. സ്വന്തം ഇതായത് അവര് വലുതെന്ന് വിചാരിക്കുന്ന കാര്യമാണ് ഇപ്പൊ.